തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 28-ാം വാക്യം. എൻ്റെ കർത്താവും എൻ്റെ ദൈവവും. പ്രിയപ്പെട്ടവരെ, ജൂലൈ 3 ഭാരതത്തിലെ ക്രൈസ്തവരുടെ വിശ്വാസ ചരിത്രത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ ദിവസമാണ്. കാരണം ഈ ദിവസം ഭാരതസഭയുടെ സ്ഥാപകനും നമ്മുടെ ആത്മീയ പിതാവുമായ മാർത്തോമാ ശ്ലീഹായെ നാം അനുസ്മരിക്കുന്നു. ക്രിസ്തുവർഷം 232 മാർത്തോമാ ശ്ലീഹായുടെ തിരുശേഷിപ്പുകൾ എഡേസയിലേക്ക് മാറ്റിയതിന്റെ സ്മരണയാണ് ജൂലൈ 3 ആഘോഷിക്കുന്നത്. എന്നാൽ ഭാരതത്തിലെ വിശ്വാസികൾക്ക് ഈ ദിവസം ഒരു ഓർമ്മ ദിനം മാത്രമല്ല, ഇത് വിശ്വാസത്തിന്റെയും സുവിശേഷ ശുശ്രൂഷയുടെയും ത്യാഗത്തിന്റെയും ദിനമാണ്. മാർത്തോമാ ശ്ലീഹ ഒരു സാധാരണ ശിഷ്യനായിരുന്നില്ല. സംശയിച്ചവനിൽ നിന്ന് ലോകത്തിന്റെ അറ്റം വരെ സുവിശേഷം എത്തിച്ച മഹാമിഷണറിയായി അദ്ദേഹം മാറി. മാർത്തോമാ ശ്ലീഹ പറഞ്ഞു, അവന്റെ കൈകളിലെ ആണിപ്പഴുത് ഞാൻ കാണുകയും സ്പർശിക്കുകയും ചെയ്തില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുകയില്ല. എന്നാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നേരിൽ കണ്ടപ്പോൾ തോമസ് ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ വിശ്വാസ പ്രഖ്യാപനം നടത്തി, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. ഒന്നാമതായി, സംശയം വിശ്വാസത്തിന്റെ അവസാനമല്ല, തുടക്കമാണ്. മാർത്തോമാ ശ്ലീഹ സംശയിച്ചു, പക്ഷേ അവൻ സത്യത്തെ അന്വേഷിച്ചു. സത്യം കണ്ടെത്തിയപ്പോൾ ജീവിതം മുഴുവൻ ക്രിസ്തുവിന് സമർപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 29-ാം വാക്യം. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. സഭാ പിതാവായ ഗ്രിഗറി ദി ഗ്രേറ്റ് പറയുന്നു, തോമസിന്റെ സംശയം നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ഉറപ്പിച്ചു. മനഃശാസ്ത്രപരമായ വീക്ഷണം ഹെൽത്തി ഡൗട്ട് എന്ന ആശയമുണ്ട്. സത്യസന്ധമായ ചോദ്യങ്ങൾ മനുഷ്യനെ കൂടുതൽ ആഴത്തിലുള്ള ബോധ്യത്തിലേക്ക് നയിക്കുന്നു. അതുപോലെ തോമസിന്റെ സംശയം അവനെ കൂടുതൽ ദൃഢമായ വിശ്വാസത്തിലേക്ക് നയിച്ചു. 2, വിശ്വാസം പ്രവർത്തനങ്ങളിലൂടെ പ്രകടമാകണം. തോമാ ശ്ലീഹ യേശുവിനെ ഏറ്റുപറഞ്ഞ ശേഷം യെരുശലേമിൽ തന്നെ നിന്നില്ല. ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്ത് ഭാരതത്തിലെത്തി. സുവിശേഷം പ്രസംഗിച്ചു, സഭ സ്ഥാപിച്ചു, ജനങ്ങളെ സ്നേഹിച്ചു. യാക്കോബ് ശ്ലീഹ 2:17 വായിക്കുന്നു, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. ജോൺ ക്രിസോസ്റ്റം പറയുന്നു, വിശ്വാസം വാക്കുകളിൽ അവസാനിക്കരുത്, ജീവിതത്തിൽ പ്രതിഫലിക്കണം. മർത്തേശ പറഞ്ഞു, നോട്ട് all of us can do great things, but we can do small things with great love. നമ്മുടെ വിശ്വാസം കുടുംബത്തിലും ജോലിസ്ഥലത്തും സമൂഹത്തിലും പ്രകടമാകണം. 3, ക്രിസ്തുവിന് വേണ്ടിയുള്ള ത്യാഗമാണ് യഥാർത്ഥ ശിഷ്യത്വം. മാർത്തോമാ ശ്ലീഹ തന്റെ ജീവൻ പോലും ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചു. അദ്ദേഹം മരണത്തെ ഭയപ്പെട്ടില്ല, കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. റോമർ 8:38 വായിക്കുന്നു, മരണമോ ജീവനോ നമ്മെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുകയില്ല. ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്ക് എഴുതി, ക്രിസ്തുവിനു വേണ്ടി മരിക്കുന്നത് യഥാർത്ഥ ജീവനിലേക്കുള്ള പ്രവേശനമാണ്. വിക്ടർ ഫ്രാങ്കിൾ പറഞ്ഞു, ജീവിതത്തിന് അർത്ഥമുള്ളവർക്ക് ഏത് കഷ്ടതയും സഹിക്കാൻ കഴിയും. മാർത്തോമാ ശ്ലീഹായുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ക്രിസ്തുവിനെ ലോകത്തിനെ അറിയിക്കുക. അതുകൊണ്ട് അദ്ദേഹം സഹദായിത്വം വരെ വിശ്വസ്തനായി തീർന്നു. ഇന്നത്തെ സഭയ്ക്കുള്ള സന്ദേശം ഇന്ന് മാർത്തോമാ ശ്ലീഹ നമ്മോട് ചോദിക്കുന്നു, നമ്മുടെ വിശ്വാസം ഒരു പാരമ്പര്യം മാത്രമാണോ, അതോ വ്യക്തിപരമായ അനുഭവമാണോ? നമ്മുടെ കുടുംബങ്ങൾ പ്രാർത്ഥനയുടെ ഭവനങ്ങളാണോ? നമ്മുടെ ജീവിതം ക്രിസ്തുവിന്റെ സാക്ഷ്യമാണോ? മാർത്തോമാ ശ്ലീഹായുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് സംശയത്തെ വിശ്വാസമാക്കി മാറ്റുക, വിശ്വാസത്തെ സേവനമാക്കി മാറ്റുക, സേവനത്തെ ത്യാഗമാക്കി മാറ്റുക. ഇന്ന് നമുക്കും മാർത്തോമാ ശ്ലീഹായെ പോലെ ധൈര്യത്തോടെ ഏറ്റുപറയാം, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. മാർത്തോമാ ശ്ലീഹായുടെ മധ്യസ്ഥത നമ്മുടെ സഭയ്ക്കും കുടുംബങ്ങൾക്കും യുവജനങ്ങൾക്കും വിശ്വാസത്തിനും സുവിശേഷ ശുശ്രൂഷയിലും ദൃഢത നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.